ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ദേവിക. ഞാൻ ആറന്മുളയിൽ നിന്നാണ് വരുന്നത്. ഞാൻ കൃപാസനത്തെപ്പറ്റി നേരത്തെ കേട്ടിട്ടുണ്ടെങ്കിലും ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പുറത്താണ് വർക്ക് ചെയ്യുന്നത്. ഞാനൊരു നേഴ്സാണ്. ഞാനപ്പോൾ ഇടയ്ക്ക് നാട്ടിൽ വരുമ്പോഴത്തേക്കിന് കൃപാസനത്തിൽ വരും, പ്രാർത്ഥിക്കും, പോകും. ഞാനത് കഴിഞ്ഞിട്ട് OETയുടെ എക്സാം ക്ലിയറായി. അതിനുശേഷം ഞാൻ 2024 ജൂണിൽ ഞാൻ ന്യൂസിലൻഡിൽ ക്യാമ്പ് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് പോയായിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് അവിടെ ക്യാമ്പ് പ്രോഗ്രാമത്തിൻ്റെ കൂടെ തന്നെ OSCE എന്ന് പറഞ്ഞിട്ടൊരു എക്സാമും കൂടി ഉണ്ടായിരുന്നേ. അത് ഭയങ്കര ടഫായിട്ടുള്ളൊരു എക്സാം. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് നാട്ടിൽ നിന്ന് പഠിച്ച്. ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട്, കാരണം ന്യൂസിലൻഡിൽ പോയവർക്കും അല്ലെങ്കിൽ നേഴ്സായിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഫാമിലി ഉള്ളവർക്ക് അറിയാം എത്രത്തോളം ഇതിനൊരു ചിലവ് വരുന്നുണ്ടെന്നുള്ളത്. അപ്പം നമ്മൾ ഒരു വട്ടം എക്സാമിന് ഫെയിലായി കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം പൈസയും നഷ്ടമാണ്, നമ്മുടെ അത്രത്തോളം ഇയേഴ്സ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകും. അപ്പോൾ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് നാട്ടിൽ നിന്ന് ഒത്തിരി എഫോർട്ട് എടുത്ത് പഠിച്ചിട്ടാണ് ഞാൻ അവിടെ ന്യൂസിലൻഡിൽ ക്യാമ്പിന് ചെല്ലുന്നതും എക്സാമിന് കയറുന്നതും ഒക്കെ. എക്സാം എനിക്ക് വളരെ ഈസി ആയിട്ട് തന്നെ തോന്നിയത്. ഞാൻ പഠിച്ച ക്വസ്റ്റ്യൻസും പഠിച്ച ഒരു സിനാരിയും തന്നെയായിരുന്നു എന്നോട് ചോദിച്ചത്. പക്ഷേങ്കിൽ എക്സാമിനർ പർപ്പസ്ഫുൾ എന്നെ ഫെയിലാക്കിയതായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ വിളിക്കാതെയായി, ഞാൻ ആരോട് സംസാരിക്കാതെയായി. കാരണം ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് ഞാൻ പ്രാർത്ഥിച്ചില്ല, സത്യമാണ്. ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. പക്ഷേ എനിക്കത് മനസ്സിലായി. ഞാൻ എൻ്റെ കഴിവ് കൊണ്ട് ഞാനത് പാസ്സാകുമെന്ന് വിചാരിച്ചത് കാര്യം അങ്ങനെയല്ലെന്ന് എനിക്ക് അത് മനസ്സിലാക്കി തന്ന ഒരു സിറ്റുവേഷനായിരുന്നു അത്. അതിനുശേഷം എനിക്ക് അവിടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഷിനു. ഞാൻ അവളുടെ കൂട്ടത്തിൽ അവൾ ഉടമ്പടി എടുത്ത ഒരാളായിരുന്നു. ഞാൻ അവളുടെ അടുത്ത് ചേർന്ന് ഞാൻ ഉടമ്പടി എടുത്തു, ഓൺലൈൻ ഉടമ്പടി എടുത്തു എടുത്തു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും എക്സാമിന് ഞാൻ കയറി. എക്സാമിന് കയറിയതിന് മുമ്പ് അവൾ എനിക്ക് ഉടമ്പടി തൈലം നെറ്റി വരച്ച് തരികയും ഉടമ്പടി ഉപ്പ് അവൾ എനിക്ക് നാവിൽ തൊട്ട് വരികയൊക്കെ ചെയ്തിരുന്നു. ഞാൻ അങ്ങനെ എക്സാമിന് വീണ്ടും കയറി. അന്ന് എക്സാമിന് കയറിയപ്പോഴും ഇതുപോലെ തന്നെ സെയിം എക്സാമിനർ തന്നെയായിരുന്നു എൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്. പുള്ളിക്കാരി മനഃപൂർവ്വം നമ്മളെ ഫെയിലാക്കാനായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു, ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് ലാസ്റ്റ് ഞാൻ അവിടെ നിന്ന് കരഞ്ഞു. കാരണം എനിക്ക് ഇതിൽ കൂടുതൽ എനിക്ക് പറയാൻ തോന്നില്ല. കാരണം ഞാൻ മാക്സിമം ശ്രമിച്ച് ഞാൻ ചെയ്യാനായിട്ട്. പക്ഷേങ്കിൽ പുള്ളിക്കാരി അത് മനഃപൂർവ്വം തോൽപ്പിക്കാമെന്നുള്ള അർത്ഥത്തിൽ ഒരുപാട് എന്നെ ഒത്തിരി വട്ടം ചുറ്റിച്ചായിരുന്നു. ഞാൻ എന്നിട്ട് ലാസ്റ്റ് അവിടെ നിന്ന് കരഞ്ഞു നിന്ന് എൻ്റെ മനസ്സിൽ ഒരാളിങ്ങനെ പറയുന്നത് തോന്നി, നിന്നെക്കൊണ്ട് ഇത് പറ്റത്തില്ല, നീ ഇത് ഉപേക്ഷിച്ചേക്ക്, നീ അവരോട് പറഞ്ഞേക്ക്, നീ ഇത് ചെയ്യുന്നില്ല എന്നുള്ളതായിരുന്നു. നിങ്ങൾ പറഞ്ഞേക്കാൻ പറഞ്ഞു. പക്ഷേ ഞാനത് 2-3 വട്ടം എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നിയെങ്കിലും ഞാൻ അവരോട് തിരിഞ്ഞു നിന്നിട്ട്, പക്ഷേ എനിക്കറിയത്തില്ല, എൻ്റെ നാവിൽ നിന്ന് വീണ്ടും സംസാരിച്ചത് വീണ്ടും ആ കേസിനെ പറ്റി തന്നെയായിരുന്നു. ഞാനത് മനോഹരമായിട്ട് തന്നെ ഞാൻ ആ കേസ് പറഞ്ഞ് അവസാനിപ്പിച്ചു. ഞാൻ എക്സാമിന് ഫാസ്റ്റായി റിസൾട്ട് വന്നപ്പോഴത്തേക്കിനും. അതിനുശേഷം ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഉറപ്പായിട്ട് ഇവിടെ വരും, ഞാൻ ഉടമ്പടി എടുക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ന്യൂസിലൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഇപ്പോൾ ഒരുപാട് സാക്ഷികൾ കേൾക്കുന്നുണ്ട്, ന്യൂസിലൻഡിൽ ജോലി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഓസ്ട്രേലിയക്കായിരുന്നു ട്രൈ ചെയ്തിരുന്നത്. ഞാൻ ഓസ്ട്രേലിയക്ക് ട്രൈ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഓർത്തായിരുന്നു ഒരു സെപ്റ്റംബർ 24 ഞാൻ ഇവിടെ വരും, ഉടമ്പടി എടുക്കുമെന്ന് ഞാൻ മനസ്സിൽ എനിക്ക് തോന്നിയൊരു ഡേറ്റ് ആയിരുന്നു. അങ്ങനെ ഒരു സെപ്റ്റംബർ 19 ആയപ്പോൾ എനിക്കൊരു മെയിൽ വന്നു, സെപ്റ്റംബർ 24 ഓസ്ട്രേലിയയിലേക്കുള്ള ഒരു നേഴ്സിംഗ് ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഡേറ്റ് എനിക്ക് വരും. അപ്പോൾ ഞാൻ ഓർത്ത്, മാതാവ്, ഞാൻ ഇന്ന് ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരുന്ന ദിവസമാണല്ലോ, ഞാൻ അന്ന് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയൊക്കെ ഒരുപാട് ടെൻഷൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എന്തായാലും വിചാരിച്ചു, ഞാൻ എന്തായാലും പള്ളിയിൽ പോവും, ഞാൻ ഉടമ്പടി എടുക്കും, എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡായിട്ടുള്ള സിറ്റുവേഷനെ മാതാവ് ഇവിടെ ഒരുക്കി തരുമെന്ന് ഉറച്ച വിശ്വാസത്തിൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ രാവിലെ ആയപ്പോഴത്തേലും എൻ്റെ കുഞ്ഞിനൊരു ചെറിയ ചെവിക്ക് ഇൻഫെക്ഷനായിട്ട് അവർക്ക് അറിയാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഹസ്ബൻഡ് തന്നെയുള്ളൂ. അപ്പോൾ കുഞ്ഞിനും കൂടെ ഹോസ്പിറ്റലിൽ പോകണം. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഞാൻ എന്തായാലും പോകുകയെന്ന് വിചാരിച്ച് ഞാൻ ഹോസ്പിറ്റൽ അപ്പോയിൻമെൻറ്റ് എടുത്ത് ഞാൻ എൻ്റെ അനിയനെയും കൂട്ടി ഞാൻ ബസ് കയറാനായിട്ട് ഞാൻ വന്നു. ഞാൻ കവല വന്നപ്പോഴത്തേക്കിനും എനിക്ക് വീണ്ടും മനസ്സിൽ കുറ്റബോധം, ഹസ്ബൻഡ് തന്നെയാണല്ലോ കുഞ്ഞിനെയും കൊണ്ട് പോകുന്നത്, എന്നാൽ ഞാൻ ഇന്ന് പോകുന്നില്ല, ഞാൻ ഞങ്ങളുടെ അടുത്തുള്ള പള്ളിയിൽ പോയി കുർബാന കൂടാമെന്ന് വിചാരിച്ചു. ഞാൻ തിരിച്ച് ഞങ്ങളുടെ പള്ളിയിൽ കയറി കുർബാന കൂടി ഞാൻ തിരിച്ച് വീട്ടിൽ വീട്ടിൽ വന്നപ്പോഴത്തേക്കിന് എനിക്ക് 11:30 ഇൻ്റർവ്യൂ. അപ്പോൾ ഞാൻ ഒരുപാട് ചോദിച്ചപ്പോഴൊക്കെ പറഞ്ഞത് 2-3 പേര് ഇൻ്റർവ്യൂവറായിട്ടുണ്ടായിരിക്കും, അവർ ഒത്തിരി ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുമെന്ന് പറഞ്ഞാണ് ഞാൻ അറിഞ്ഞിരുന്നത്. പക്ഷേ ഞാനപ്പോഴത്തേക്കും പ്രാർത്ഥിച്ചിരുന്നു, മാതാവ്, എനിക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്നും പറയാനായിട്ട് എൻ്റെ മനസ്സിനിപ്പം ഞാൻ അത്ര പാകപ്പെടുത്തിയിട്ടില്ല എൻ്റെ മനസ്സിൽ, അതുകൊണ്ട് എന്നോടൊന്നും ചോദിക്കരുത്, നീ എൻ്റെ കുർത്തി വേറെയാണ്, നീ എന്നോട് ക്വസ്റ്റ്യൻസ് ചോദിക്കണം എന്നുള്ള ഇതിലാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു പോയത്. ഞാനന്ന് ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നുകൊണ്ട് ഞാൻ ഈ പുറത്തുനിന്നൊരു ലോക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മാതാവിൻ്റെ. ഞാൻ ആ മാതാവിൻ്റെ ലോക്കറ്റ് പിടിച്ചാണ് ഞാൻ കയറുന്നതിന് മുമ്പ് മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ഞാൻ ആ മാതാവിൻ്റെ ലോക്കറ്റ് പിടിച്ചാണ് ഞാൻ ഇൻ്റർവ്യൂവിന് കയറിയത്. എന്നെ ഇൻ്റർവ്യൂ ചെയ്ത ആളുടെ പേര് മേരി എന്നായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം മാതാവിൻ്റെ പേരുള്ള ഒരാളെ തന്നെ എനിക്ക് കിട്ടി ഇൻ്റർവ്യൂവറായിട്ട്. സാധാരണ ഇൻ്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും സെലക്ട് ആയെന്ന് പറയുന്നതല്ല. എന്നോട് ഇൻ്റർവ്യൂവിൽ അവർ ഭയങ്കര ക്യാഷ്വലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിച്ചു. എന്നോട് ഒരു ക്വസ്റ്റ്യൻ പോലും നേഴ്സറി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ലാസ്റ്റ് ആയപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ സെലക്ട് ആയെന്ന് പറഞ്ഞ എൻ്റെ അടുത്ത്. അതിനുശേഷം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ
ആഗ്രഹിച്ച പോലെ തന്നെ എനിക്ക് ഗവൺമെൻറ് സെക്ടറിൽ തന്നെ ഒരു ജോലി കിട്ടി. പക്ഷേ എൻ്റെ ഓഫർ ലെറ്ററിന് മാത്രം എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. എല്ലാവർക്കും 1 മാസം കൊണ്ടും 2 മാസം കൊണ്ടുവന്നിരുന്ന ഓഫർ ലെറ്റർ എനിക്ക് 3 മാസമായിട്ട് കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ ഒരുപാട് വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിന് എൻ്റെ ഒരു ഫ്രണ്ട് വഴി തന്നെ വീണ്ടും എനിക്ക് യാതൊരു പരിചയമില്ലാത്ത ഒരാളുടെ നമ്പർ തന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഈ പുള്ളിക്കാരി ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്ക്, ഈ ഗവൺമെൻറ് സെക്ടറിൽ തന്നെ വിസയുടെ സ്പോൺസർഷിപ്പ് ചെയ്യുന്ന ഒരാളാണെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പുള്ളിക്കാരിക്ക് മെസ്സേജ് ചെയ്ത് കണക്ക് എൻ്റെ ഓഫർ ലെറ്റർ മാത്രം ഇതുവരെ വന്നിട്ടില്ല, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ മെസ്സേജ് ചെയ്തത്. പുള്ളിക്കാരി പെട്ടെന്ന് തന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ എന്നോട് തുറന്ന്, നിൻ്റെ ഓഫർ ലെറ്റർ ഓൾറെഡി സെപ്റ്റംബർ ലാസ്റ്റ് വീക്ക് ഇഷ്യൂ ചെയ്തതാണ്, എന്താണ് നിനക്കിത് തരാതിരുന്നതിനുള്ള കാര്യം എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ അവരെ വീണ്ടും വിളിച്ചു. ഞാൻ ആ ഹോസ്പിറ്റലിൽ വീണ്ടും വിളിച്ചപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, അവർക്ക് എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഡീറ്റെയിൽസും ഇല്ല, ഞാൻ ആരുമായിട്ട് ഇൻ്റർവ്യൂ ചെയ്ത് എന്നെ ആര് ഇൻ്റർവ്യൂ ചെയ്തെന്നുള്ള ഒരു ഡീറ്റെയിൽസ് അവർക്കില്ല, അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ഇട്ടൊരു മെയിൽ ഇടാൻ പറഞ്ഞു. ഞാനിത് മെയിലൊക്കെ ഇട്ടു. പക്ഷേ ഞാനപ്പോൾ ഉടമ്പടിയിലായിരുന്നത് കൊണ്ട് എനിക്ക് മനസ്സിന് പ്രത്യേകിച്ച് പേടിയോ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല. കാരണം ഞാനിത് ഏൽപ്പിച്ച് കൊടുക്കേണ്ട ആളെ തന്നെ ഏൽപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും മാതാവ് അത് നോക്കിക്കൊള്ളൂ എന്നുള്ള ഒരു വിശ്വാസം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഡിസംബർ 23-ാം തീയതി ഞാൻ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കേൾക്കുക. അപ്പോഴത്തേക്കിന് അച്ഛൻ പറയുന്നുണ്ട്, ഇന്ന് എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്തൊരു ദിവസമാണ്, അച്ഛനൊരു ഫെലോഷിപ്പ് കിട്ടിയ ദിവസം, അച്ഛനൊരു ഡോക്ടറേറ്റ് കിട്ടിയ ദിവസം ഇതാണെന്ന് പറഞ്ഞ് അച്ഛൻ ഡെയിലി ബ്രെഡിനകത്ത് പറയുന്നുണ്ട്. അപ്പം ഞാൻ പ്രാർത്ഥിക്കുക മനസ്സിൽ, മാതാവേ ഇന്ന് ഡിസംബർ 23 അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ ഓഫർ ലെറ്റർ. അമ്മയ്ക്ക് എന്നോട് സ്നേഹമുണ്ട്, എനിക്ക് ഈ ഓഫർ ലെറ്റർ എനിക്ക് ഇന്ന് തരണേ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിൻ്റെ അടുത്ത്. അങ്ങനെ ഞാൻ ഒരു 8:30 ആയപ്പോഴത്തേക്കിനും ഞാൻ വിസയുടെ കാര്യങ്ങൾ സംസാരിച്ച ആൾക്ക് ഞാൻ മെസ്സേജ് അയച്ചു. പുള്ളിക്കാരി 9:15 എനിക്ക് മെസ്സേജ് അയച്ചു, ഓഫർ ലെറ്റർ കിട്ടിയോന്ന് വെച്ച്. ഞാൻ പറഞ്ഞു, ഇല്ല, ഈ വീക്ക് കിട്ടുമെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. പുള്ളിക്കാരി എന്നോട് ഒരു വെയിറ്റ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചിട്ട് പോയി. ഒരു 10 മിനിറ്റിനുള്ളിൽ എൻ്റെ ഓഫർ ലെറ്റർ എനിക്ക് മെയിലിൽ വന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി ആ ഒരു ഓഫർ ലെറ്റർ എനിക്ക് കിട്ടിയപ്പോൾ. അതിനുശേഷം ഞാൻ വീണ്ടും വിസയ്ക്ക് വെച്ചപ്പോഴത്തേക്കിനും എൻ്റെ കയ്യിൽ സാലറി സർട്ടിഫിക്കറ്റോ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. എൻ്റെ എക്സ്പീരിയൻസ് പ്രൂവ് ചെയ്യാനായിട്ട് ഒരു സാലറി സർട്ടിഫിക്കറ്റും പിന്നെ എക്സ്പീരിയൻസ് ലെറ്റേഴ്സും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനപ്പം ഇവിടെ വന്നപ്പോൾ തുടങ്ങി എൻ്റെ ഉടമ്പടി വെച്ചിരിക്കുന്ന ഒരു നിയോഗമായിരുന്നു എന്നോട് സാലറി സർട്ടിഫിക്കറ്റ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും ചോദിക്കാൻ ഇടവരുത്തരുത്. കാരണം ഞാൻ സൗദിയിലായിരുന്നു വർക്ക് ചെയ്തത്. അപ്പം സൗദി പോയി ആ സർട്ടിഫിക്കറ്റ്സൊന്നും എടുക്കാമെന്നുള്ള കാര്യം അത്ര നടപടിയുള്ള കാര്യങ്ങളല്ല. അപ്പം ഞാൻ ഗ്രൂപ്പിലൊക്കെ നോക്കും എന്തെങ്കിലും ക്വയറി വരുന്നുണ്ടോ. എനിക്ക് അങ്ങനെ ഒരു ക്വയറി വന്നതായിട്ട് വിസയുടെ ആൾ പറഞ്ഞിട്ടില്ല, പക്ഷേ എനിക്ക് മനസ്സിലായി വന്നു എന്നുള്ള കാര്യം. എന്നെ ടെൻഷൻ അടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറയാതിരുന്നത്. ഞാനപ്പം മാതാവിൻ്റെ അടുത്ത് ഒരുപാട് പ്രാർത്ഥിച്ചു, മാതാവ് എനിക്കത് കിട്ടാൻ ഒരു വഴിയുമില്ല, ഞാനതെല്ലാം നിന്നെ ഏൽപ്പിക്കുകയാണ്. കാരണം ഞാൻ കാണുന്ന ഗ്രൂപ്പുകളിലെല്ലാം ഇതുപോലെ ഒരു ക്വയറി വന്നാൽ അത് കൊടുത്താലേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പം വിസ റിജക്ഷൻ ആവും. ഞാൻ പറയാം, എൻ്റെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം മാതാവിന് അറിയാവുന്ന കാര്യം. ഞാൻ പറയാതെ തന്നെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആൾ അമ്മയാണ്. ഞാനപ്പോൾ പ്രാർത്ഥിച്ചു, മാതാവേ ഞാൻ ഈ വിസ എനിക്ക് മനുഷ്യകരങ്ങളിലൂടെ എനിക്ക് ഈ വിസ കിട്ടിയെന്ന് ഞാൻ പറയാനിട വരരുത്. എൻ്റെ മാതാവും എൻ്റെ ഈശോയും എനിക്ക് വിസ തന്നു എന്ന് എനിക്ക് ഉറപ്പായിട്ടും എല്ലാവരോടും പറയണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു വചനമുണ്ട്, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 3:8. നിങ്ങൾക്ക് വേണ്ടി ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് സമാശ്വാസം ലഭിക്കുകയും നിങ്ങൾക്ക് വേണ്ടി യേശു ക്രിസ്തുവിനെ കർത്താവ് അയക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ ഒരു വചനമാണ് എനിക്ക് ബൈബിൾ വായിച്ചപ്പോൾ കിട്ടിയത്. അപ്പോൾ എനിക്ക് ഉറപ്പായി എനിക്ക് വേണ്ടി എൻ്റെ മാതാവ് ഈശോനെ അയക്കും, എനിക്ക് വേണ്ടി ആ വിസ എൻ്റെ മാതാവ് തരുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമായി. അങ്ങനെ 24-ാം തീയതി സെപ്റ്റംബർ 24-ാം തീയതി എന്നെ വിളിച്ചിട്ട് എൻ്റെ വിസ മാനേജർ പറഞ്ഞു എൻ്റെ വിസ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം. അങ്ങനെ ഞാൻ നാളെ എൻ്റെ ഫാമിലിയായിട്ട് ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ എൻ്റെ ഒരു കസിനുണ്ട്, ആൾക്ക് ക്യാൻസർ ആയിരുന്നു. അപ്പോഴത്തേക്കിനും കോളൻ ക്യാൻസർ ആയിരുന്നു, സർജറിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയായിരുന്നു പുള്ളിക്കാരനപ്പം. ഒരു വട്ടം ഡോക്ടർ വന്ന് നോക്കിയപ്പോഴത്തേക്കിനും ബ്രീത്തിങ് ഡിഫിക്കൽട്ടി വന്നപ്പോഴത്തേക്കിനും ചെസ്റ്റിനകത്ത് എക്സ്റേ എടുത്തപ്പോഴത്തേക്കും ലങ്സിൽ ഫ്ലൂയിഡ് കളക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കിനും വീണ്ടും ഒരു സർജറിയിലേക്കൊക്കെ പോകേണ്ടി വരുമെന്ന് പറഞ്ഞപ്പം ഞാൻ വീട്ടിലായിരുന്നപ്പോഴത്തേക്കും ഞാൻ ഉടമ്പടി തൈലം എടുത്ത് എൻ്റെ ലങ്സിൻ്റെ ഭാഗത്തെല്ലാം കുരിശ് വരച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ എല്ലാ ദിവസവും ഡെയിലി ബ്രെഡിൻ്റെ കൂട്ടത്തിൽ പ്രാർത്ഥിക്കുമായിരുന്നു. ഡെയിലി ബ്രെഡ് പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും ഞാൻ അച്ഛൻ്റെ കൂട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഞാൻ നിയോഗങ്ങൾ ഇടുമായിരുന്നു, ഇതുപോലത്തെ ഈ വയ്യാഴികൊന്നും മാറ്റണം, ഇനി സർജറിയിലേക്കൊന്നും പോകരുതേ എന്നുള്ള കാര്യം. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് വീണ്ടും എക്സ്റേ എടുത്തപ്പോഴത്തേക്കിനും ആ ലങ്സിൽ ഫ്ലൂയിഡ് കളക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ സർജറി അവർ വേണ്ടാന്ന് വെച്ചു. പിന്നെ എൻ്റെ കാരുണ്യ പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ മുമ്പിൽ വരുന്ന ആരെയും ഞാൻ ഉപേക്ഷിക്കാറില്ല. എന്നെ കൊണ്ടൊന്ന് പറ്റുന്ന എല്ലാ ചെറിയ സഹായങ്ങളും ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ അവിടെ കരുണാലയം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ അവിടെ ഒരു അമ്മ വീടുണ്ട്, ഒരു വൃദ്ധസദനം, ഞാൻ അവിടെ പോവാറുണ്ട്. എല്ലാ മാസങ്ങളും ഞാൻ അവിടെ പോവാറുണ്ട്. അവർക്ക് വേണ്ട എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാ സഹായങ്ങളും ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. ഞങ്ങളുടെ അവിടെ ഒരു അനാഥാലയം ഉണ്ട്, ആ കുട്ടികൾക്ക് ഞാൻ എല്ലാ മാസവും സ്നാക്സ് കൊടുക്കാറുണ്ട്. പത്രം ഞാൻ എപ്പോഴും ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലാണ് ഞാൻ കൂടുതലായിട്ടും കൊടുക്കാറുള്ളത്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം പത്രം കൊടുക്കുന്ന ഞാൻ കരുണാലയത്തിൽ ഞാൻ കൊണ്ടു കൊടുത്താൽ ഉറപ്പായിട്ടും ഇതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട് പെട്ടെന്ന് അത് വാങ്ങിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും ഓർക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ട് ഈ പത്രം കൊടുക്കണം, കാരണം കുറച്ച് അലഞ്ഞ് ഈ പത്രം കൊടുക്കണമെങ്കിലേ ഉള്ളൂ. നമ്മൾക്ക് വേണ്ടി ഈശോ ഇത്രത്തോളം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈശോയ്ക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റണ്ടേ, അങ്ങനെയുള്ള ഒരു മെൻറ്റാലിറ്റിയിലാണ് ഞാൻ ഈ പത്രം കൊടുക്കുന്നത്.
കൊടുക്കുന്നത്. ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ച് ഈ പത്രം വായിക്കുന്നവർക്കും ആ അനുഗ്രഹം കിട്ടട്ടെ എന്നുള്ള വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാണ് ഞാൻ എപ്പോഴും കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും ഇപ്പം എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി, എൻ്റെ ജോലിയില്ലാത്ത, എനിക്കറിയാം ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും ഇത്രയും പൈസ മുടക്കി ജോലി കിട്ടാതിരിക്കുന്ന. ഞാനപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടി പ്രാർത്ഥിക്കും, വിസയ്ക്ക് തടസ്സമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, മെഡിക്കലിന് ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി എല്ലാം ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ തന്നെ എനിക്കറിയാവുന്നതും എൻ്റെ ഫ്രണ്ട്സിനോട് പറയുന്നതും രോഗികളായിരിക്കുന്നവർക്കും എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ ഓരോ ജപമാല ഞാൻ ചെല്ലുമ്പോഴും ഓരോ നിയോഗങ്ങളും അവരെയൊക്കെ വെച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ അച്ഛൻ്റെ ധ്യാനം മുടക്കാറില്ല. അത് എല്ലാ ചൊവ്വാഴ്ചകളും ഞാൻ അച്ഛൻ്റെ ധ്യാനം കാണാറുണ്ട്. ഞാൻ ഓരോ സാക്ഷ്യം കേൾക്കുമ്പോഴും എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകും. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, മാതാവേ ഇവരൊക്കെ പറയുന്നത് പോലെ സന്തോഷത്തോടെ അമ്മയുടെ തിരുമുമ്പിൽ വന്ന്, ഞാൻ യോഗ്യമല്ല പക്ഷേ എങ്കിലും അമ്മയുടെ അനുഗ്രഹത്താൽ എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയെന്ന് അമ്മയുടെ അടുത്ത് വന്ന് എന്നെ സാക്ഷ്യപ്പെടുത്താൻ, എന്നെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ എപ്പോഴും ഓരോ സാക്ഷ്യം കേൾക്കുമ്പോഴും ഞാൻ ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കേൾക്കാറുള്ളത്. സോ ഇത്രത്തോളം അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ ദൈവമാതാവിന് തിരുക്കുമാരനും കോടാനും കൂടി നന്ദി.